പ്രിയ പ്രേക്ഷകരെ വീണ്ടും ചാനൽ ആംബുലൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ചില വ്യക്തികൾ പ്രസിദ്ധരും ശതകോടീശ്വരന്മാരായി തീർന്ന് അവർ സാങ്കേതിക തികവിലൂടെ ദീർഘകാലം ജീവിക്കാനും മരണത്തെ തോൽപ്പിക്കാനുമായി ശ്രമിച്ചവരും അവർ ഹതഭാഗ്യരായി അവർ ആത്മഹത്യക്കും മരണത്തിനുമിടയായ ചില വ്യക്തിത്വങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചിന്തനീയമാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ഇലിയ ഗോലെം യെഫിംചിക് എന്ന മനുഷ്യൻ. യൂറോപ്പിലെ ബെലാറസ് എന്ന ചെറിയ രാജ്യക്കാരനായ പ്രസിദ്ധ ബോഡി ബിൽഡറുമായിരുന്നു ഇദ്ദേഹം. ലോകത്തിലെ തന്നെ അജാനുബാഹുവായ വ്യക്തിയായിരുന്നു ഇയാൾ. ഓരോ ദിവസവും 2.5 കിലോ ബീഫും അതിനോടനുബന്ധ ഭക്ഷണവും കഴിച്ചിരുന്ന യൗവനക്കാരനായിരുന്നു ഈ ഇലിയ ഗോലെം. 6 അടി ഉയരവും 150 കിലോയോളം ശരീരഭാരം ഉണ്ടായിരുന്നുവെങ്കിലും 2024 സെപ്റ്റംബർ 11-ാം തീയതി തൻ്റെ 36-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിച്ചുപോയി. വഴിയും ഇന്റർനെറ്റ് മുഖേനയും ജനകോടികൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നു. അവിടെ ഈ തരുണത്തിൽ ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ഡോക്ടറുടെ അനുവാദമില്ലാതെ ഈ ജിമ്മിലുള്ള ട്രെയിനറുടെ വാക്ക് കേട്ട് വെറുതെ നിങ്ങൾ പ്രോട്ടീൻ പൗഡറും അവനവൻ്റെ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിക്കാതെ കുറേ പ്രോട്ടീൻ പൗഡർ വാരി വിഴുങ്ങി മസിലിയന്മാരാകുന്നവരൊക്കെ ഈ ഇലിയ ഗോലെം യെഫിംചിക്കിൻ്റെ അവസ്ഥ അറിയുക. ശരീരം താങ്ങുന്നതിലപ്പുറമായ ഭക്ഷണം കഴിക്കരുത്. അത് ശരീരത്തിൻ്റെ പ്രായം ഇതെല്ലാം കണക്കൂട്ടി അതൊന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ഡയറ്റ് ചെയ്യാവൂ. ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വെറും 36-ാം വയസ്സിൽ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. ലക്ഷങ്ങളുടെ പിന്തുണയുണ്ട്. ഹരമാണ്, ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ശരത് ജോയിസ് എന്നത്. യോഗ ചെയ്യുന്നതിലൂടെ ദീർഘകാലം ജീവിക്കാമെന്ന് പറഞ്ഞു നടന്ന ഇൻഡോ അമേരിക്കൻ വിദ്വാനായിരുന്നു ഇയാൾ. ഹോളിവുഡിലെ സിനിമാ താരങ്ങളൊക്കെ വരെ ഇയാളുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഏജ്ലെസ് എ യോഗീസ് സീക്രട്സ് ടു എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. ദീർഘവും ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ഒരു യോഗിയുടെ രഹസ്യങ്ങൾ. പക്ഷേ എന്ത് ചെയ്യാൻ, തൻ്റെ 53-ാം വയസ്സിൽ 2024 നവംബർ 11 അദ്ദേഹം നിര്യാതനായി. കഷ്ടമെന്നില്ലാതെ എന്ത് പറയാൻ. ഓരോ വർഷവും യോഗാ ദിനം ആചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും കൂട്ടരും അങ്ങനെ പ്രസിദ്ധരായി. എന്നാൽ സൃഷ്ടിതാവ് നിയമിച്ച സമയത്ത് തീരുന്നതാണ് മനുഷ്യന്റെ ജീവിതം, നമ്മൾ മറക്കരുത്. ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നതോ അകത്തെ ശ്വാസം പുറത്തേക്ക് വിടുന്നതൊക്കെ അത് ജനറ്റിക് നല്ലതാണ്. പക്ഷേ ഇവർ പറയുന്ന യോഗ ഹിന്ദുയിസത്തിൽ അടിസ്ഥാനമായ ഈ യോഗ ഒരിക്കലും മനുഷ്യന് പ്രയോജനം ചെയ്യുകയില്ല. ലോകത്താകമാനം പല രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് പുസ്തകം എഴുതി വലിയ ധനവാന്മാരും കോടീശ്വരന്മാരും ആൾക്കാരൊക്കെ ശിഷ്യരായിരുന്നിട്ടും ഇയാളുടെ ജീവിതം കൂടുതൽ ദീർഘകാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. പുസ്തകത്തിന്റെ പേര് നമ്മുടെ വ്യക്തി ലോക പ്രസിദ്ധനാണ്, മൈക്കൽ ജാക്സൺ. പാട്ടും ചടുല നൃത്തമായി 150 വർഷം സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി സാങ്കേതികവും മരുന്നും ചികിത്സകളും സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മൈക്കൽ ജാക്സൺ. 12 ഡോക്ടർമാർ ദിവസവും അദ്ദേഹത്തെ നിരീക്ഷിച്ചിരുന്നു. വ്യായാമം, ഭക്ഷണം എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2009 ജൂൺ 29 തൻ്റെ 59-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് നിമിത്തം മൃതിയടഞ്ഞു. മുറികളിൽ വായു മലിനീകരണം സംഭവിക്കാതിരിക്കാൻ ഓക്സിജൻ ലഭ്യമാകത്തക്കവണ്ണം യന്ത്രങ്ങൾ വെച്ചിരുന്നു. ഓർക്കണം, ലോകത്തിലെ ഏറ്റവും വ്യാവസായികമായി, സാങ്കേതികമായി, സൈനികമായും സാമ്പത്തികമായും വളർന്ന അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഒരു സ്ഥലത്ത് 3000 ഏക്കർ വിസ്തീർണമുള്ള അതിബൃഹത്തായ തോട്ടത്തിന്റെ നടുക്കുള്ള കൊട്ടാരത്തിൽ ഏറ്റവും നല്ല വായു, പൊല്യൂഷനൊന്നുമില്ലാത്ത ശുദ്ധവായു ഉള്ളിടത്ത്
ഇന്ത്യയോ ലോകത്തിലെ മൂന്നാംകിട രാജ്യങ്ങളിൽ ഉള്ളതുപോലെ മലിനതകൾ മറ്റൊന്നുമില്ലാത്ത വളരെ നല്ല രാജ്യമായ അമേരിക്കയിലും തൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേക മെഷീനറികൾ വെച്ചും തൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടാതെ വീട്ടിൽ എത്തി പഠിപ്പിച്ചു ടീച്ചേഴ്സ് വരെ. കാരണം കുട്ടികൾ മറ്റു കുട്ടികളായിട്ട് ഇടപഴകി മിങ്കിൾ ചെയ്ത് അവർക്ക് ബാക്ടീരിയകളും ഫംഗസും ഒക്കെ വരാതെ ആരോഗ്യവും പുഷ്ടിയുള്ളവരായി തീരാൻ വീട്ടിൽ വെച്ച് അധ്യാപകരെ കൊണ്ട് പഠിപ്പിച്ച മാന്യദേഹം. സാധാരണക്കാരനായി ജനിച്ച മനുഷ്യൻ, കോടികൾ വാങ്ങി ലോകപ്രസിദ്ധനായ മനുഷ്യൻ, എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ലഭിച്ച അതിഗംഭീരമായ ഭവനം. ഓർക്കണം, ഇന്നതൊരു മ്യൂസിയം പോലെ ആക്കിയെന്ന് നെറ്റിൽ കണ്ടു. പക്ഷെ ഓർക്കുക, ഇതെന്തെല്ലാം മനുഷ്യൻ ശ്രമിച്ചാലും ഒരു മരണമുണ്ട്. നാലാമത്തെ വ്യക്തിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബ്രയാൻ ജോൺസൺ എന്ന 47-കാരനായ അമേരിക്കയിൽ ഉറ്റ എന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ്. മരണത്തെ അതിജീവിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. ഒരു ടെക്നിക്കൽ ബിസിനസ് എന്റർപ്രണറും ബയോ ഹാക്കറുമാണ്. ബയോ ഹാക്കർ എന്ന് പറഞ്ഞാൽ ഇതും സാങ്കേതികമായി ചിലർക്ക് മാത്രം ബോധ്യമായതും അപൂർവം ചിലർക്ക് അറിയാവുന്ന എല്ലാവർക്കും തിരിച്ചറിയാത്ത ഒന്നാണ് ബയോ ഹാക്കർ. ഇതും ഈ പറഞ്ഞ ക്രയോണിക്സിന്റെ മറ്റൊരു ഭാഗമാണ്. അതിസമ്പന്നൻ അയാൾ തൻ്റെ ഉദ്ദേശത്തിനായി പ്രതിവർഷം ഏകദേശം 16 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. പ്രതിവർഷം എന്ന് മറക്കരുത്. അമരത്വം നേടാനും തൻ്റെ യുവത്വം നിലനിർത്താനുമാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി ഇയാൾക്ക് പ്രത്യേകം ഭക്ഷണം, അതായത് ആസ്ട്രോനോട്ട്സ് ഗഗനസഞ്ചാരികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി കഴിക്കുന്നു, കൃത്യമായി ഉറങ്ങുന്നു, കർക്കശമായ ദിനചര്യകളും ചിട്ടകളും പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാലാമത്തെ വ്യക്തിയെ ബ്രയാൻ ജോൺസൺ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കണം, ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, നമുക്ക് എത്രയെല്ലാം സമ്പന്നത വന്നാലും എന്തെല്ലാം പുരോഗതി പ്രാപിച്ചാലും ഒരിക്കൽ ജനനവും മരണവും പിന്നെ ന്യായവിധിയും ദൈവം സൃഷ്ടിതാവ് വെച്ചിട്ടുണ്ട്. ലഭിച്ച ആയുസ് ആരോഗ്യത്തോടെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തില്ലെങ്കിൽ തിന്മ ചെയ്യാതെ സമാധാനപരമായും പ്രയോജനകരമായി ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ എൻ്റെ ഈ ചാനൽ കൂടെ ഉദ്ഘോഷിക്കുകയാണ്. ഞാൻ നിങ്ങളെ പ്രബോധനം നൽകുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്കും ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾക്കായി, പുതിയ മേച്ചൽപ്പുറങ്ങൾക്കായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.